എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വിനീതമായ നമസ്കാരം പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവവചനം, തിരുവചനം എന്താണെന്ന് വെച്ചാൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അതിൽ നിന്ന് 6-ാം അധ്യായം തൊട്ട് 23-ാം അധ്യായം വരെയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന തിരുവചനം. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് തന്നെ അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. സകല മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. പാറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. ഈ തിരുവചനമാണ് നിങ്ങളോട് ഇന്ന് പറയാനായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒരുപാടുണ്ട്, അല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒന്നും ശാശ്വതമാകുകയില്ല. നമ്മളൊരു കാര്യം ചെയ്താൽ, ഒരു ബിസിനസ് ചെയ്താൽ ബിസിനസ് പൊളിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്താൽ നിലം വിളവ് തരത്തില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലാണേലും നമ്മുടെ പല കാര്യങ്ങളിലാണേലും നമ്മൾ വിജയിക്കുകയില്ല. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർ, ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം പറഞ്ഞിരിക്കുക, യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. നമ്മൾ യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴികളെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. ഒരു പാപി അനുതപിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. അവൻ്റെ അനുതാപമുള്ളൊരു ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവന് ദൈവം ധാരാളമായിട്ട് ക്ഷമിച്ചു അവൻ്റെ പാപങ്ങളെ പോകും. രക്താംബരം പോലെയുള്ള പാപങ്ങളായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ദുഷ്ടന്മാരായിട്ടുള്ളവരും നീതി കെട്ടവരും അവർ ഹൃദയത്തിൽ അനുതപിക്കുമ്പോൾ കർത്താവ് അവരോട് കരുണ കാണിക്കും, അവർക്ക് നല്ലത് വരുത്തും. നമ്മൾ സങ്കീർത്തനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ അന്വേഷിച്ച് നടക്കുന്നവൻ ആറ്റരികത്ത് നടുത്തിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. നമ്മളൊരിക്കലും നശിച്ചു പോകുകയില്ല. ദുഷ്ടൻ എത്ര തന്നെ നമ്മളെ പീഡിപ്പിച്ചാലും, നമുക്കെതിരെ ദോഷം ചെയ്താലും, നമുക്കെതിരെ ക്ഷുദ്രം ചെയ്താലും, അനീതി പ്രവർത്തിച്ചാലും നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ യഹോവ കാക്കും. എല്ലാ അനീതിയിൽ നിന്നും ദൈവം കാക്കും. അപ്പോൾ ക്ഷുദ്രം ചെയ്യുന്നവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ക്ഷുദ്രം ചെയ്യുന്നത്. ഒരു ദുഷ്ടൻ നമ്മളോട് അസൂയുള്ളൊരു ദുഷ്ടനായാലും ഒരു സഹോദരനായാലും അവൻ
നമ്മുടെ നമുക്കുള്ളതിനെ തട്ടിപ്പറിക്കാൻ നോക്കിയാലും, പക്ഷേ ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. ദൈവം നമ്മളെ നടത്തും. നമുക്ക് ചുറ്റും തീമതിലായിരിക്കും. അപ്പോൾ ഒരു ദുഷ്ടൻ അല്ലെങ്കിൽ ഒരു നീതികെട്ടവൻ അവന് മാനസാന്തരം ഉണ്ടായി യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ അവനെ ദൈവം അവനോട് കരുണ കാണിക്കും. അവന് എല്ലാ സൗഭാഗ്യങ്ങളും അവന് കൊടുക്കും. ഇപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ട് പിശാച് അലറുന്ന സിംഹം പോലെ നമ്മളെ തെറ്റിക്കാനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സഭയിലാണേലും നമ്മളെ നയിക്കുന്ന ഇടയന്മാരിലാണേലും പിശാചുകൾ പ്രവർത്തിച്ച് അവരെ തെറ്റിക്കുന്നതായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും. ഇപ്പം തന്നെ പല പുണ്യപ്രവർത്തികളും പല പ്രസംഗങ്ങളും മോട്ടിവേഷൻ സ്പീച്ചുകളൊക്കെ ചെയ്ത വ്യക്തികളിന്മേലും അവരുടെ പിശാച് അവർ പ്രവർത്തിച്ച് അവരെ ഭിന്നിപ്പിക്കുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണാറുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. പല നല്ല രീതിയിൽ പ്രവർത്തിച്ച പല ആൾക്കാരെയും ദുഷ്ടൻ വന്ന് അവരെ ഭിന്നിപ്പിച്ച് ആടുകളെ ചിതറിക്കുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കാതിരിക്കുക, പിശാചിനെ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താതിരിക്കുക. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിശാചിന് ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ വായിക്കുക. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പഴയതെല്ലാം കഴിഞ്ഞുപോയി. അവൻ പിന്നെ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി ക്രിസ്തുവിനെ പോലെയാണ്. ക്രിസ്തു എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ആയിരിക്കും ഒരു പുതിയ സൃഷ്ടി ജീവിക്കുന്നത്. അപ്പോൾ പിശാച് ഒരിക്കലും നിങ്ങളെ അടുക്കാൻ പറ്റുകയില്ല. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവന് നിങ്ങളോട് അടുത്ത് നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ പിശാചിന് ഇടം കൊടുക്കാതിരിക്കുവിൻ. അതാ പിശാചിന് ഇടം കൊടുത്താൽ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലായാലും അല്ലെ സമൂഹത്തിലായാലും അവിടെ ഭിന്നത ഉണ്ടാക്കുകയാണ് പിശാചിൻ്റെ ജോലി. ഭാര്യ ഭർത്താവ് ബന്ധത്തിലുള്ള ബന്ധം ചില ഭർത്താവിന് സംശയരോഗമായിരിക്കും, അല്ലെ ഭാര്യയ്ക്ക് സംശയരോഗമായിരിക്കും, അല്ലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കങ്ങളായിരിക്കും, ഈഗോ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഭദ്രത നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലാണേലും സഭയിലാണേലും ആത്മീയ കാര്യങ്ങളിൽ ഭിന്നത കാണിക്കുക, ഭിന്നതപ്പെട്ട് അവരുടെ കൂട്ടക്കാരെയെല്ലാം ഭിന്നിപ്പിച്ച് കാണിക്കുക, അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് അതിന് ഇടവരുത്താതെ നമ്മൾ പിശാചിന് ഇടം കൊടുക്കാതെ ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ അന്വേഷിക്കുക. അതിന് പ്രകാരം ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിനൊരു ഇടം കൊടുക്കാതെ ജീവിച്ച് ആ വചനം കാണുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോവും. അപ്പോൾ നമ്മൾ എന്താണ് യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. നുകം വിരളിൽ പൂണ്ട് വഷളത്വം സംസാരിക്കുന്ന നിൻ്റെ നടുവിൽ നീക്കിക്കളയും. അപ്പോൾ ഞാൻ 55-ാമത്തെ അധ്യായമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഒരു മിസ്റ്റേക്ക് കാണിച്ചു, വേറൊരു വചനം വായിച്ചു. ഇപ്പോൾ 55-ാമത്തെ വാക്യം തന്നെ ഞാൻ എടുത്ത് ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. യഹോവ അരുളിച്ചെയ്യുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് പിശാചിന് ഇടം കൊടുക്കാൻ പറ്റുകയില്ല. കാര്യം ദൈവം നമ്മളോടുണ്ട്. ദൈവം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ വഴികളിൽ നടക്കുന്നവരെല്ലാം നമ്മുടെ വിചാരങ്ങളും എല്ലാം ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് പെയ്യും, അവിടെ മടങ്ങി വരാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും,
നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഭൂമി വിള തരികയില്ല. നിങ്ങൾ നട്ടാൽ മുള്ളും പാറക്കാരയുമായിരിക്കും അവിടെ വിളവെടുക്കുന്നത്, വിളയുന്നത്. കളകളായിരിക്കും വിളയുന്നത്. നിങ്ങൾക്ക് യാതൊരു ഭൂമിയിൽ ഫലവും തരാത്തൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളുടെ രക്ഷകനിൽ കൂടി നിങ്ങൾ ആശ്വാസം കണ്ടെത്തിയപ്പോൾ, നിങ്ങൾ വചനങ്ങളെ ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പറക്കാരയ്ക്ക് പകരം കൊഴുത്തു മുളയ്ക്കും, മുള്ളിന് പകരം സരളവർഷം മുളയ്ക്കും. അത് യഹോവയ്ക്ക് മീതെ ഒരു കീർത്തിയായി ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായി ഇരിക്കും. അപ്പം നമ്മളെ ദൈവം അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതെല്ലാം സാധിക്കും. നമ്മുടെ വിചാരങ്ങളെല്ലാം ആകാശത്തോളം ഉയർന്നിരിക്കും. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കും. പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ നമുക്ക് ഭൂമി ഫലം തരും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും. നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്ന് ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിച്ച് ഒരുവൻ യേശുക്രിസ്തുവിലായാൽ പഴയതെല്ലാം കഴിഞ്ഞു പോയി. പിന്നെ പുതിയൊരു സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് യേശുവിനെ പോലെയാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതെയും നല്ല പ്രവർത്തികൾ ചെയ്യാതെയും തിന്മയിലേക്ക് തിരിയാതെയും നമ്മൾ നല്ല വഴിക്ക് തിരിഞ്ഞാൽ ദൈവം നമ്മളെ അനർഘമായി അനുഗ്രഹിക്കും. ദൈവം നമ്മൾ വിചാരിക്കുന്നതൊക്കെ സാധിക്കും. ഭൂമി നമുക്ക് ഫലം തരും. നമ്മൾ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ പട്ടണക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ പണിയുന്നു എന്ന് പറഞ്ഞ പോലെ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാവുമായ ത്രിയേക ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നിലും കൊണ്ടും വിഷമിക്കേണ്ട. ദൈവം നമ്മളെ കാക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. നമ്മളെ അനർഘമായിട്ട് ദൈവം അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, അതാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. യെശയ്യാവിൻ്റെ 55-ാമത്തെ യെശയ്യാവിൻ്റെ 55-ാമത്തെ പുസ്തകത്തിൽ 5-ാം അധ്യായം തൊട്ട് 13-ാം വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ 13 5 തൊട്ട് 13-ാം വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാഴ്ചവെച്ചത്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മളെ യഹോവയെ അന്വേഷിക്കുകയും, അപ്പോൾ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളെ നടത്തും. അതുപോലെ തന്നെ ദുഷ്ടന്മാരും നീതികെട്ടവരും അവരനുദപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം അവരോട് കരുണ കാണിക്കും, അവരോട് ധാരാളം ക്ഷമിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ തിന്മകളെ വിട്ട് നന്മയിലേക്ക് തിരിയുക, തിന്മകളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുക. ദൈവം നമ്മളെ അനർഘമായിട്ട് അനുഗ്രഹിക്കും, നമ്മളെ പരിപാലിക്കും. നമുക്ക് ചുറ്റും തീമതിലായിട്ട് യഹോവയായ ദൈവം, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം നമ്മളെ സംരക്ഷിക്കും. ഈ വാക്കുകൾ ചുരുക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തുന്നു. ദൈവം ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.